വിംബിൾഡൺ ടെന്നീസിൽ കാർലോസ് അൽക്കറാസ് യാനിക് സിന്നർ സ്വപ്ന പോരാട്ടം നാളെ. തുടർച്ചയായ മൂന്നാം കിരീടം ലക്ഷ്യമിട്ടാണ് അൽക്കറാസ് ഇറങ്ങുന്നത്. 7 വട്ടം ജേതാവായ നൊവാക് ജോക്കോവിച്ചിനെ തകർത്താണ് സിന്നർ ഫൈനലിൽ കടന്നത്. ജോയ് മോനുണ്ട് വിവരങ്ങളുമായി. ജോയ്, ഒരിക്കൽ കൂടി ഒരു ക്ലാസിക്കൽ പോരാട്ടത്തിനായി വിംബിൾഡൺ ഫൈനൽ ഒരുങ്ങുകയാണ്. വിംബിൾഡണിൽ അൽക്കറാസ് ചരിത്രം കുറിക്കുമോ? വിംബിൾഡൺ കലാശപ്പോരിന് കളമൊരുങ്ങുന്നു. ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നറും അതുപോലെ തന്നെ 2-ാം നമ്പർ താരം കാർലോസ് അൽക്കറാസും വീണ്ടും ഒരിക്കൽ കൂടി ഫൈനൽ പോരിന് ഏറ്റുമുട്ടും. റോളൻ ഗരോസിലെ ഒരു തനിയാവർത്തനമാണ് ഇത്തവണ വിംബിൾഡണിലും നടക്കുന്നത്. ഇരു താരങ്ങളും മുൻപ് പലകുറി ഏറ്റുമുട്ടിയപ്പോഴും ആധിപത്യം മുഴുവൻ തന്നെ കാർലോസ് അൽക്കറാസിനൊപ്പമായിരുന്നു. ഈ ടൂർണമെൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെയാണ് ഫൈനലിൽ സെമിഫൈനലിൽ സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയാണ് സിന്നർ ഇതുപോലെ ഫൈനലിൽ ടിക്കറ്റ് എടുത്തതെങ്കിൽ മുൻ ചാമ്പ്യൻ കൂടിയായ ടൈലർ ഫ്രിറ്റ്സിനെ പരാജയപ്പെടുത്തിയാണ് അൽക്കറാസ് ഫൈനൽ പ്രവേശനം നടത്തിയത്. ഇരുവരും ഒരുമിച്ചെത്തുന്ന ഒരു 5ാമത്തെ ഫൈനൽ മത്സരമാണിത്. അതിൽ തന്നെ ആയാലും ഈ കഴിഞ്ഞ തുടർച്ചയായ 3 വിംബിൾഡൺ ഫൈനലിൽ ടിക്കറ്റ് എടുത്തതാണ് അൽക്കറാസ്. അപ്പോൾ തുടർച്ചയായ 3-ാം കിരീടം, അത് തുടർച്ചയായ 3-ാം വിംബിൾഡൺ കിരീടത്തിലെത്തുക എന്നൊരു സ്വപ്നവുമായാണ് അൽക്കറാസ് നാളെ നടക്കുന്ന ഫൈനൽ പോരിനിറങ്ങുക. അങ്ങനെയാണെങ്കിൽ നേട്ടം, അതായത് ഫൈനലിൽ സിന്നറിനെ പരാജയപ്പെടുത്തി അൽക്കറാസ് കിരീടം ഉയർത്തുകയാണെങ്കിൽ തുടർച്ചയായി 3 തവണ വിംബിൾഡൺ കിരീടം ഉയർത്തുന്ന 5ാമത്തെ താരം എന്ന ഖ്യാതിയും അൽക്കറാസിന് സ്വന്തം പേരിൽ കുറിക്കാം. ഇതുപോലെ തന്നെ സിന്നറുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കാർലോസ് അൽക്കറാസ് 6ാം ഗ്രാൻഡ് സ്ലാം കിരീടം നേടി ഇത്തവണ ഫൈനലിൽ ഇറങ്ങുമ്പോഴത്തേക്ക് സിന്നറാകട്ടെ ഈ സീസണിൽ, അതായത് ഈ വർഷത്തിൽ തുടർച്ചയായി 3-ാം തോൽവി അൽക്കറാസിനോട് ഒഴിവാക്കാൻ വേണ്ടിയാകും സിന്നർ ഇറങ്ങുക. സിന്നറിൻ്റെ മത്സരത്തിനായാലും നൊവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തി സിന്നർ ഫൈനലിലേക്ക് എത്തിയപ്പോൾ ആ ഒരു മത്സരത്തിൽ, അതായത് ഇതിഹാസ താരത്തെ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസം സിന്നറിന് ഏറെക്കുറെ ഈ മത്സരത്തിൽ ഒരു മുൻതൂക്കം നൽകുമെന്ന് നമുക്ക് വിലയിരുത്താമെങ്കിൽ തന്നെയായാലും തുടർച്ചയായി കഴിഞ്ഞ 2 വർഷത്തിനിടെ ഉണ്ടായ ഫൈനൽ പോരാട്ടങ്ങളിൽ സിന്നറിൻ്റെ പ്രകടനം അത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല. അതായത് പലകുറി ഫൈനലുകൾ സിന്നർ വീണു പോകുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. എങ്കിൽ തന്നെയായാലും നാളത്തെ മത്സരം, അതായത് നാളെ നടക്കുന്ന കലാശ പോരാട്ടം ആരാധകർ തന്നെ ഏറെ ആവേശത്തോടെ കൂടി കാത്തിരിക്കുന്നത് ഒരു ക്ലാസിക്കൽ പോരാട്ടത്തിന് കൂടിയാകും ഇത്തവണ വിംബിൾഡൺ ഫൈനൽ സാക്ഷിയാകുക. കഴിഞ്ഞ തവണ ഇരുവരും ഏറ്റുമുട്ടിയ റോളാൻ ഗരോസിൽ, അതായത് ഫ്രഞ്ച് ഓപ്പൺ ഫൈനലിൽ ഇരുവരും 5 മണിക്കൂർ, ഏകദേശം 5 മണിക്കൂറോളം നീണ്ട ഒരു മാരത്തൺ മത്സരത്തിന് ശേഷമാണ് 3 ചാമ്പ്യൻഷിപ്പ് പോയിന്റുകൾ നേടി സിന്നർ മുന്നിട്ട് നിൽക്കുമ്പോഴും അതിനുശേഷമാണ് അൽക്കറാസ് ഇതുപോലൊരു വിജയത്തിലേക്ക് എത്തുകയും അവിടെ കിരീടം ഉയർത്തുകയും ചെയ്തിരുന്നു. അതൊരു തനി ആവർത്തനം ഇക്കുറി ഉണ്ടാകുമോ എന്ന് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എങ്കിൽ തന്നെയാലും ഇവരുടെ 2 പോരാട്ടം, ഒരു സൂപ്പർ ക്ലാസിക് പോരാട്ടം ഫൈനലാണ് വിംബിൾഡണിൽ കാത്തിരിക്കുന്നത്.